പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. കേസ് ഫാക്ടർ എങ്ങനെയാണ് കണ്ണൂരിൽ കോൺഗ്രസിനെ ബാധിക്കാൻ പോകുന്നത്? സീറ്റിൽ നിന്നുറപ്പായതോടെ കടുത്ത തീരുമാനത്തിലേക്ക് കണ്ണൂരിന്റെ കെ സുധാകരൻ പാർട്ടിയെ വെല്ലുവിളിച്ച് കണ്ണൂരിൽ മത്സരിക്കാൻ സാധ്യത. അനുയായികളുമായി ആശയവിനിമയം നടത്തിക്കഴിഞ്ഞു. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗത്വം രാജിവെക്കുമെന്ന വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ദില്ലിയിൽ ഇന്നുച്ചയ്ക്ക് മാധ്യമങ്ങളെ കാണും. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. അനുനയ നീക്കം ഊർജിതമാക്കുകയാണ് കോൺഗ്രസിന്റെ നേതൃത്വം. AP അനിൽകുമാറും ഷാഫി പറമ്പിലും കെ സുധാകരനുമായി ഇന്നലെ രാത്രി കൂടിക്കാഴ്ച നടത്തി. തർക്കങ്ങൾക്കിടെ കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി നിർണയം ഇന്ന് പൂർത്തിയാകും. തളിപ്പറമ്പിലും പയ്യന്നൂരിലും വിമത സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുന്നതിലുൾപ്പെടെ പ്രാദേശിക പ്രതിഷേധവും രൂക്ഷമാണ്. റോഷിപാൽ, നോബൽ ബാരിക്കാരൻ, അർജുൻ കല്യാൺ തത്സമയം ചേരുന്നു. വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ കടക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കെ സുധാകരൻ ഒരുപക്ഷെ പ്രവർത്തക സമിതി അംഗം രാജിവെച്ചേക്കാം. കണ്ണൂരിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കാനുള്ള സാധ്യത പോലുമുണ്ട് ഈ വാർത്താ പ്രഭാതത്തിൽ. റോഷിപാൽ നൽകും കൂടുതൽ വിവരങ്ങൾ. റോഷിപാൽ, ഗുഡ് മോർണിംഗ്. വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. കെ സുധാകരൻ മത്സരത്തിനിറങ്ങിയാൽ കണ്ണൂരിൽ കോൺഗ്രസിന്റെ നില വളരെ ബുദ്ധിമുട്ടിലാവും. പേരാവൂരിൽ മാത്രമല്ല, അഴീക്കോട് മാത്രമല്ല, കണ്ണൂർ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലും KS പ്രഭാവമുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ ഒരു മാറ്റമല്ല, ചലനമല്ല ഉണ്ടാക്കാൻ പോകുന്നത്. KSന്റെ മനസ്സിലിരിപ്പിൽ എന്താണ്? അവസാന നിമിഷം അനുനയത്തിന് വഴങ്ങാനുള്ള സാധ്യതയുണ്ടോ റോഷിപാൽ? അരുൺകുമാർ, അവസാന നിമിഷം കോൺഗ്രസ് ഹൈക്കമാൻഡ്, അത് KC വേണുഗോപാൽ, രാഹുൽ ഗാന്ധി എന്നിവർക്ക് മാത്രമാണ് ഒരുപക്ഷെ കെ സുധാകരൻ അനുനയിപ്പിക്കാൻ സാധ്യത. അങ്ങനെ ഒരു നീക്കം നടത്തിയാൽ അതേസമയം തന്നെ കെ സുധാകരനും സുധാകരനുമായി ചേർന്ന് നിൽക്കുന്നവരും വിട്ടുവീഴ്ചയില്ല കണ്ണൂർ സീറ്റിന്റെ കാര്യത്തിൽ എന്ന ഒറ്റ നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് നിലപാട് പറയാനായി മാധ്യമങ്ങളെ കാണുന്നത്. കാരണം കെ സുധാകരന് സീറ്റ് ഉണ്ടാകില്ല എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ഇന്ന് CEC ചേരുമ്പോൾ അവിടെ കണ്ണൂർ സീറ്റിലെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും. അവിടെ കെ സുധാകരന്റെ പേരില്ലെങ്കിൽ തൊട്ടു പിന്നാലെ വാർത്താ സമ്മേളനമായിരിക്കും. ആ വാർത്താ സമ്മേളനത്തിൽ കെ സുധാകരൻ നേതൃത്വത്തിനെതിരെ ആഞ്ഞടിക്കാനാണ് സാധ്യത. അതിനൊപ്പം പാർട്ടി പ്രവർത്തക സമിതി അംഗത്വം രാജിവെക്കാനുള്ള ആലോചനയിലേക്ക് കെ സുധാകരൻ എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു അപകട സൂചന കോൺഗ്രസ് നേതൃത്വത്തിന് ലഭിച്ചപ്പോഴാണ് ദൂതന്മാരായി ഇന്നലെ അർദ്ധരാത്രിയോടെ AP അനിൽകുമാറിനെയും ഷാഫി പറമ്പിലിനെയും കെ സുധാകരന്റെ വസതിയിലേക്ക് അയച്ചത്. കെ സുധാകരൻ വഴങ്ങിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും കെ സുധാകരൻ പ്രവർത്തക സമിതി അംഗത്വം രാജിവെച്ച് കണ്ണൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്നലെ കണ്ണൂരിലെ പ്രധാനപ്പെട്ട അനുയായികളുമായി കെ സുധാകരൻ ആശയവിനിമയം നടത്തി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ അസംതൃപ്തരായ കോൺഗ്രസ് നേതാക്കളുമായി കെ സുധാകരൻ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രി വൈകിയും ആശയവിനിമയം തുടർന്നു. കെ സുധാകരൻ കണ്ണൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ടെങ്കിൽ കേരളത്തിലെ 15 സീറ്റുകളിൽ സ്വതന്ത്രനെ നിർത്താനുള്ള നീക്കം കൂടി നടത്തുന്നുണ്ട്. അണിയറയിൽ വലിയ ചരടുവലിയാണ് നടക്കുന്നത്. കെ സുധാകരനൊപ്പം അസംതൃപ്തരായ സീറ്റ് ലഭിക്കാത്ത പല നേതാക്കളും അവർ ആശയവിനിമയം നടത്തി സുധാകരനോട് മുന്നിൽ നിൽക്കണമെന്ന അഭ്യർത്ഥന നടത്തിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ഇന്നലെ അർദ്ധരാത്രിയിലും ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകൾ നടക്കുന്നത് കെ സുധാകരനുമായി ചേർന്നുള്ള നേതാക്കളാണ്. ഇന്ന് രാവിലെ വീണ്ടും പല കൂടിക്കാഴ്ചകളും പല ആശയവിനിമയങ്ങളും ഉണ്ട്. അതിൽ ഒരു ഭാഗത്ത് കോൺഗ്രസ് നേതൃത്വം നടത്തുന്ന അനുനയ നീക്കമായിരിക്കും. ആ അനുനയ നീക്കം വിജയം കണ്ടില്ലെങ്കിൽ അത് കേരളത്തിൽ കോൺഗ്രസിന് വലിയ വെല്ലുവിളിയായി മാറും. അത് കണ്ണൂരിൽ മാത്രം ഒതുങ്ങില്ല. കാരണം കണ്ണൂർ ജില്ലയിൽ അത് വലിയ രീതിയിൽ പ്രതിഫലിക്കുമെങ്കിൽ മറ്റു ജില്ലകളിലും കേസ് ഫാക്ടർ പ്രതിഫലിക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ് പോസ്റ്ററുകളും പ്രതിഷേധ പ്രകടനങ്ങളും. അത് തെരുവിലേക്ക് കെ സുധാകരനെ അവഗണിക്കുന്നതിനുള്ള പ്രതികരണങ്ങൾ വന്നു തുടങ്ങി. കെ സുധാകരൻ കണ്ണൂരിലെ പാർട്ടി വളർത്തിയതിൻ്റെ ആ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള താല്പര്യം. അതേപോലെ തന്നെയാണ് മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ച MP-മാർ MK രാഘവനും അടൂർ പ്രകാശും അസംതൃപ്തരുടെ കൂട്ടത്തിലെ പ്രധാനികളാണ്. അവരൊക്കെ സ്വീകരിക്കുന്ന നിലപാടുകളും പാർട്ടിക്ക് വെല്ലുവിളിയാകും. സുധാകരൻ എന്താണ് വാർത്താ സമ്മേളനത്തിൽ പറയുന്നതെന്ന് കാതോർത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. ഏതാണ്ട് ഉച്ചയ്ക്ക് മുമ്പ് വാർത്താ സമ്മേളനം ഉണ്ടാകും. CECയിലെ തീരുമാനമാണ് കെ സുധാകരൻ പ്രതീക്ഷിക്കുന്നത്. അവിടെ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ കോൺഗ്രസ് നേതൃത്വം എടുക്കുന്ന തീരുമാനം കെ സുധാകരനല്ല, പകരം കണ്ണൂരിൽ മറ്റൊരാളാണ് മത്സരിക്കുന്നതെങ്കിൽ അപ്പോൾ തന്നെ വാർത്താ സമ്മേളനത്തിൽ തീരുമാനമുണ്ടാകും. കെ സുധാകരൻ നിലപാട് പ്രഖ്യാപിക്കും. അത് കടുത്ത നിലപാടായിരിക്കുമെന്ന് സുധാകരനുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നു. അരുൺകുമാർ.